അടുത്ത ടെക്സ്റ്റിന് താഴെ വന്നിട്ട് ടേബിൾ ടൂൾസ് എന്നൊരു ബോക്സ് ഉണ്ട്. ഇത് മുന്നത്തെ വേർഷനിലൊക്കെ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂളായിരുന്നു ഈ ടേബിൾ ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു വില പട്ടിക എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഒരു ബോക്സ് പെട്ടെന്ന് എത്ര ലൈന് വേണമെന്ന് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ക്രിയേറ്റ് ആവും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ 16, 15 എന്നൊക്കെ തുടങ്ങിയതിൽ നിന്ന് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയും വരയ്ക്കണ്ട, നമുക്ക് ലൈന് പോലെ പെൻ ടൂൾ എടുത്തും വരയ്ക്കാം. ഒരു ബോക്സ് എടുത്തിട്ട് പെൻ ടൂൾ എടുക്കണം, അല്ലെങ്കിൽ ലൈൻ ടൂൾ എടുക്കണം. ഏതെങ്കിലും ഒരു ടൂൾ എടുത്ത് ഒരു ലൈന് വരയ്ക്കണം. അങ്ങനെ ലൈന് വരച്ചിട്ട് ഫസ്റ്റത്തെ നോഡ് ഡിലീറ്റ് ചെയ്തു. അപ്പം എന്താ ഒരു ലൈന് കിട്ടി അല്ല. ഞാൻ ലൈനിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഡി അടിച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ ആർ അടിച്ച് കഴിഞ്ഞാൽ എന്തായി, ലൈന് വന്നു. നമുക്ക് ആ ലൈനിൽ തന്നെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ചാൽ 90 ഡിഗ്രിയിൽ റൊട്ടേഷൻ വന്നു. ഷിഫ്റ്റ് അല്ല, കൺട്രോൾ. ആ ലൈനിൻ്റെ സെലക്ട് ചെയ്തു, അവിടെ വെച്ചു. കറക്റ്റ് ടോപ്പിൽ സെറ്റ് ആവാൻ ഈ ബോക്സിൽ സെലക്ട് ചെയ്തിട്ട് ടി അടിച്ചു. താഴത്തെ ലൈന് നോഡ് ഞാൻ താഴേക്ക് ജോയിൻ ചെയ്തു. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് സ്പേസിങ് ഓരോ ബിൽ ബുക്കൊക്കെ അടിക്കുമ്പോൾ ചെയ്യില്ലേ, ഇവിടെ റേറ്റ് മറ്റേ ഇവിടെ വന്നിട്ട് എന്താ പറയുക, കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. അതിനെന്തോ പറയുമല്ലോ, അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്തോ ഡീറ്റെയിൽസ് പറയും എന്താണെന്ന്. അത് കൂടുതൽ എഴുതാനുള്ള സ്പേസ് വേണം. റേറ്റ്, ക്വാണ്ടിറ്റി എന്നുള്ളതൊക്കെ പ്രത്യേകം അത് കോളത്തിന് ബില്ലിനനുസരിച്ച് മാറും. അപ്പോൾ ബില്ല് നോക്കിയിട്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആദ്യം ഇതുപോലെ കോളം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. അതിനൊക്കെയാണ് ഈ പറഞ്ഞ ടേബിൾ ബോക്സ് ആവശ്യം വരിക. നമുക്ക് എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ ബോക്സിൽ കുറച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടേബിൾ വരച്ചു എത്ര കോളം വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ അടിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഉണ്ടാ കമ്മിയാക്കുമ്പോൾ കമ്മിയാവുന്നു, കൂടാകുമ്പോൾ കൂടുന്നു. കൂടിക്കഴിഞ്ഞ ശേഷം സ്പേസ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രെച്ച് ചെയ്ത് ചെറുതാക്കാം. ഇങ്ങോട്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൽ ഈ ലൈനുകളിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലൈനുകൾ വേണ്ട പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതെങ്ങനെ, അതിന് ഷേപ്പ് ടൂൾ എടുക്കണം. ഇതിനെ സെലക്ട് ചെയ്യുക, ഷേപ്പ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആരോ വരും. ആരോ വന്നാൽ നമുക്ക് ലൈന് ഇങ്ങനെ നീക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈന്, വേറൊരു ഗ്രിഡ് പോലെ ലൈന് വരുന്നില്ലേ, ഈ ലൈന് വന്നിട്ട് നമുക്ക് മെർജ് ചെയ്യാം. നിങ്ങൾ എക്സലിലൊക്കെ കണ്ടിട്ടുണ്ടാവും പഠിച്ചവർക്ക്. ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ കമ്പൈൻ സെൽസ് കൺട്രോൾ എം അടിച്ചാൽ അതിൻ്റെ ഷോർട്ട് കട്ടാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ ഭാഗം മെർജായി. താഴെ ക്ലിക്ക് ചെയ്തിട്ട് മൊത്തം അങ്ങനെ സെലക്ട് ചെയ്ത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അങ്ങനെ മെർജായി. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കോളം വരച്ച ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലൈൻ അങ്ങോട്ടൊക്കെ നീക്കി, സിക്സാക്കായിട്ട് അറേഞ്ച് ചെയ്തു. പ്രോപ്പർ അല്ല, എനിക്ക് പ്രോപ്പറായിട്ട് ഓരോ കണ്ണിയും കറക്റ്റ് ഒരേ സ്പേസിങ് വേണം പറയുന്നത്. അത് മൊത്തം അങ്ങനെ സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയും. എന്താ ഡിസ്ട്രിബ്യൂട്ട് കോളംസ് ഇവൻ്റ്ലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ആവും. ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതേപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് എന്നുണ്ടാവും. സ്പ്ലിറ്റ് ഇൻറ്റു റോ, സ്പ്ലിറ്റ് ഇൻറ്റു കോളം കൊടുത്തതിന് സ്പ്ലിറ്റ് ഇൻറ്റു റോ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സ്പ്ലിറ്റ് ആണ്. അപ്പോൾ സെലക്ട് ചെയ്ത് 4 എന്നുണ്ട്, 4 ഞാൻ 2 ആക്കി. ഓക്കെ കൊടുത്തോണ്ടാ ഇടയിലൊരു ലൈന് വന്നു. 4 ആക്കുകയാണെങ്കിൽ ഇതിന് 4 ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്താ, ഇവിടെ കുറച്ച് അലൈൻമെൻറ്റ് മാറി, ഇതിൻ്റെ ഓർഡർ പ്രോപ്പർ അല്ല. അപ്പോൾ ഞാൻ എല്ലാം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കണു, റോ ഇവൻ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ ലൈനുകളൊക്കെ പ്രോപ്പറായിട്ട് അലൈൻ ആവും. അതേപോലെ മുകളിലുള്ള കോളമൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അത് വേണമെങ്കിൽ വെൽഡ് ചെയ്യാം.
പിന്നെ ടെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാം. സെലക്ട് ചെയ്ത് സെൻറ്റർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വരും. വെർട്ടിക്കൽ സെൻറ്റർ ആക്കാനുണ്ടെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട സെൻറ്റർ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ബോട്ടം കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടം, ടോപ്പ് പറഞ്ഞാൽ ടോപ്പ്. നമുക്ക് ചിലപ്പോൾ സെൻറ്ററിലാണ് കാണുമ്പോൾ പറയുന്നത് സെൻറ്ററിൽ വരും. ഓക്കെ, അങ്ങനെയുള്ള അലൈൻമെൻറ്റ് നമുക്ക് ഇതിൽ ബോക്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് ടേബിൾ. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ കാണേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ടേബിൾ എന്നൊരു പാനൽ ലെയർ ഇതുണ്ട്, സോറി മെനു ഉണ്ട്. ഇതേ തന്നെ ഇൻസേർട്ട്, സെലക്ട്, ഡിലീറ്റ്, ഡിസ്ട്രിബ്യൂട്ട്, സെൽസ് അറേഞ്ച്മെൻറ്റ് അതൊക്കെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാമെന്നുള്ളൂ. കുറച്ചും കൂടി ഇൻഡെപ്തിൽ പോകണമെങ്കിൽ ഇവിടെ എടുക്കാമെന്നുള്ളൂ. ഇതിനെ പെട്ടെന്ന് എടുക്കാനാണ് ഞാൻ റൈറ്റ് ക്ലിക്ക് ഒക്കെ പറഞ്ഞത്. ഓക്കെ,